അമ്മയെ തല്ലിയാലും രണ്ട് വിഭാഗം ഉണ്ടാവും. ഉണ്ടാവും. അമ്മയെ തല്ലിയത് അവർക്കത് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നവരുണ്ട്. അയ്യോ എന്നാലും ഒരു അമ്മേനെ തല്ലിയില്ലോ എന്ന് അതുണ്ടാവും എന്തായാലും. അത് അതിന്റെ വഴിക്കങ്ങ് പോവും. ഒരുപാട് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ ചേച്ചി, മനസ്സിലായി. ഇപ്പൊ നമ്മുടെ ലൈഫിൽ ചേച്ചിക്ക് പേഴ്സണലി തോന്നുന്നുണ്ടോ ചേച്ചിയുടെ ലൈഫിൽ ഒരു തിരിച്ചടി കിട്ടാനായിട്ട് ബിഗ് ബോസ് ആയിരുന്നു ഒരു മെയിൻ കാരണം എന്ന്? ബിഗ് ബോസ് എന്ന് പറയാൻ പറ്റില്ല. ഇല്ല, ഇത് ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിരുന്നു. അതിപ്പോ അതിനകത്ത് ഒത്തിരി കാരണങ്ങളുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞു, ഒരു ഫാമിലി ലൈഫിന്റെ കാര്യമാണല്ലോ ഇപ്പൊ നിങ്ങൾ ചോദിച്ചത്. അത് ഇൻഡയറക്ട്ലി ചോദിച്ചതേ ഉള്ളൂ, മനസ്സിലായി എനിക്ക്. അല്ല മോളെ, അത് രണ്ടുപേരുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാം കൂടെ വരുമ്പോഴാണ് അത് ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നത്. ചിലപ്പോ അത് നമ്മൾ പലരും ഒക്കെ ഇടപെട്ട് അത് സോൾവ് ആയി പോവാറുണ്ട്. ചിലത് അങ്ങനെ ആവാറില്ല. ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ചിലപ്പോ അങ്ങ് ആളി കത്തും. പിന്നെ ഒരു സ്റ്റേജ് എത്തുമ്പോഴായിരിക്കും അയ്യോ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്നും തോന്നും. പക്ഷെ അപ്പോഴത്തേക്കും ചിലപ്പോൾ സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാവും രണ്ടുപേരുടെ ഭാഗത്തു നിന്നും. പക്ഷെ ഞാൻ ഇതിനു മുന്നേ ഈ സെയിം ഇന്റർവ്യൂവിൽ ഞാൻ നിങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ തന്നെ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബ്രേക്കപ്പ് ആവുന്നത് കൊണ്ടോ ഒരാൾ നമ്മുടെ വേർപാടോ അല്ലെങ്കിൽ പിരിയുന്നത് ഇതൊന്നും പ്രശ്നമല്ല. നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വെക്കാം. പക്ഷെ അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്ത് നമ്മൾ മുന്നേക്ക് പോവാൻ പറ്റണം. അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുമ്പോഴായി പ്രശ്നം വരുന്നത്. ഇത് നമുക്കിത് പറയാൻ ഭയങ്കര എളുപ്പമാണ്, അനുഭവിക്കുന്നവർക്കാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പാടി. ഇപ്പൊ ഞാനെന്നല്ല, ഞാൻ എല്ലാവരുടെ കാര്യം പറഞ്ഞതാ. പുറത്തേക്ക് ഒന്ന് വന്നാ പിന്നെ നമ്മൾ ഓക്കെയാണ്. പക്ഷെ പുറത്തേക്ക് വരാൻ ടൈം എടുക്കും. ചില ആൾക്കാർ 1 മാസം കൊണ്ട് ഓക്കെ ആവുന്നവരുണ്ട്, ചില ആൾക്കാര് 2 വർഷം 3 വർഷം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഈ മെമ്മറീസ് ഒന്നും നമ്മൾക്ക് ഒരിക്കലും മരിക്കാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വന്നിങ്ങനെ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുണ്ടാവും. ശരിക്കും എന്താ പറയുക, ഞാൻ ഇത് ചേച്ചിയുടെ അടുത്ത് ഇപ്പൊ ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് മൈൽ സ്റ്റോൺ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൽ നമ്മുടെ ആര്യ ചേച്ചി ഇവര് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഇവരുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ മേജർ റോള് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനാണെന്ന് അവർ പറഞ്ഞായിരുന്നു. അല്ല, എന്റേത് ബിഗ് ബോസ് ഒരു മേജർ റോൾ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അല്ലാതെ തന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു 2.5 മാസം 64 ദിവസം ഞങ്ങൾ തമ്മിൽ മാറി നിന്നു എന്നതാണ് അതിനകത്ത് ഒരു ഇത് വന്നത്. പക്ഷെ അതൊന്നും അല്ല പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പ്രശ്നങ്ങൾ അത് ഞങ്ങളുടെ വീട്ടിനകത്ത് തന്നെ നിന്നോട്ടെ. അല്ല, ഞങ്ങളെ പേഴ്സണലി അറിയാവുന്നവർക്ക് അത് അറിഞ്ഞാൽ മതി. അത് പബ്ലിക്കായിട്ട് ഞാനായാലും കണ്ണനായാലും പറയാൻ ആഗ്രഹിക്കാത്തത് അത് വേണ്ടാന്ന് വെച്ചിട്ടാ. അല്ലെ എനിക്കും പറയാം, കണ്ണനും പറയാം, 2 പേർക്ക് ഉണ്ടാവുമല്ലോ പറയാൻ ഒത്തിരി കാര്യങ്ങൾ. അത് വേണ്ടാന്നുള്ളത് ഞങ്ങൾ തമ്മിൽ ഡിസിഷൻ എടുത്തതാണ്. മോൻ വളർന്നു വരെയല്ലേ, ഞങ്ങൾ അവന്റെ കാര്യം മാത്രമേ ഇപ്പൊ ശ്രദ്ധിക്കുന്നുള്ളൂ. അവന്റെ കാര്യം നോക്കി അവന് നല്ലൊരു അച്ഛനാണ് കണ്ണൻ, അവന് നല്ലൊരു അമ്മയാണ് ഞാനെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അങ്ങനെ അങ്ങ് പോട്ടെ, അവന് ഹാപ്പിയാണ്. അവന്റെ ടീച്ചേഴ്സ് പറയാറുണ്ട് അവിടെ സിംഗിൾ മദേഴ്സ് ഉണ്ട്, അച്ഛന്റെ കൂടെ മാത്രം ഉള്ള കുട്ടികളുണ്ട്. പക്ഷെ അവരെ പോലെ ഒന്നുമല്ല. അമ്പാടി ഫാദേഴ്സ് ഡേ വരുമ്പോ അമ്പാടിക്ക് അവിടെ കാർഡ്സ് ചെയ്യുമ്പോ ഈ ഫോട്ടോ ഞാൻ കൊടുത്തു വിടും, പാസ്പോർട്ട് എടുത്തിട്ട് കണ്ണന്റെ. അങ്ങനെ അവൻ എവിടെയും ഒരു പ്രശ്നം വരരുത്. അവൻ ഹാപ്പി ആയിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. അത് പുള്ളി അങ്ങനെ തന്നെയാ. എന്തായാലും മോനെ വിളിക്കും, പറ്റുന്ന പോലെയൊക്കെ വീഡിയോ കോളിൽ ചെയ്ത് സംസാരിക്കും. അവന് ഫോണുണ്ട്, അവന്റെ ഫോണിൽ വിളിക്കും. ചിലപ്പം ഈ കളിയുടെ കൂടുന്നതുകൊണ്ട് ഫോൺ എടുക്കത്തില്ല, വേഗം കട്ടിയിട്ട് പോകും. അതിപ്പോ എന്റെ അടുത്തുനിന്ന് ഷൂട്ടിങ്ങിന് ആളിവൻ പോയാലും കിട്ടാൻ വലിയ പാടല്ല. അതിനില് വലിയ നടനായി പോകും. ഇവിടുന്ന് പോയാ കഴിഞ്ഞാ ജിജിയമ്മയൊക്കെ കൊണ്ടുപോകുന്നത് എനിക്ക് ഷൂട്ടല്ല എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ. അപ്പത്തേക്കിനും വിളിച്ചാ വരെ പോലില്ല. പിന്നെ ആ ലോകത്തിലാ. പിന്നെ രാത്രിയിലൊക്കെ അമ്മ ഷൂട്ടിങ് ഉറക്കം വരുന്നത് സംഭവമാണ്. ചേച്ചി പോവാറുണ്ട് അവന്റെ കൂടെ? വല്ലപ്പോഴും ഒക്കെ പോവാറുണ്ട്. പക്ഷെ കണ്ടിന്യൂസ് നിക്കത്തില്ല ഞാൻ. കാരണം ഇവനും ഇഷ്ടം ഇവന്റെ ആ സർക്കിളിൽ അങ്ങനെ നിക്കാനാ. ഞാൻ എന്റെ കുറച്ച് റെസ്ട്രിക്ഷൻ വരും. അമ്പാടി ഇവിടെ വാ, അമ്പാടി ഇവിടെ നിൽക്കി, അമ്പാടി ഇവിടെ നിൽക്കി. ഞാനില്ലെങ്കിൽ ജിജിയമ്മയുടെ അടുത്ത് കുറച്ചൊക്കെ നമ്പർ എടുക്കും. പിന്നെ ചെറുതും കൂടെ ആണല്ലോ, അപ്പൊ ഭയങ്കര ഒരു കൺസേൺ കൂടെ കിട്ടും കള്ള നിനക്ക്, അല്ലേ? ഇപ്പൊ ഞാൻ ചേച്ചിയുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഒരാളാ ചേച്ചി, ഭയങ്കരമായിട്ട് എല്ലാവരും നോട്ടീസ് ചെയ്യുന്ന ഒരാളാ ചേച്ചി. ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പേഴ്സണൽ ലൈഫിൽ ഒരു ഫെയിലിയർ ആയി പോയി എന്ന് തോന്നുന്നുണ്ടോ? ഇല്ലില്ല, ആ സ്റ്റേജ് കഴിഞ്ഞു മോളെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അവിടുന്ന് തിരിച്ച് എണീറ്റ് വരിക എന്നുള്ളതാ. അങ്ങനെ തിരിച്ചിപ്പോ ഞാൻ എണീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അത് ഫെയിലിയർ ആയിന്ന് തോന്നാൻ ഇപ്പൊ ഫാമിലി ലൈഫ് ഇല്ല എന്ന് പറയുന്ന ഒരു ഹസ്ബൻഡ് വൈഫ് അങ്ങനെ ഒരു റിലേഷൻ ഇല്ല എന്നൊഴിച്ച്
എൻ്റെ കൂടെ എനിക്ക് മോനുണ്ട്, എനിക്ക് ഫാമിലി എന്ന് പറയാൻ എനിക്ക് മോനുണ്ട്, എന്നെ അങ്ങനെ സ്നേഹിക്കുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്, എൻ്റെ കൂടെ കൈപിടിച്ച് നിൽക്കാൻ എന്നെ ഉറപ്പായിട്ടും എൻ്റെ ബന്ധുക്കളൊക്കെ പണ്ടത്തെക്കാളും അവരെല്ലാവരുമായിട്ട് ഞാൻ കുറെ കൂടെ അറ്റാച്ച്ഡ് ആയി. ഇപ്പോൾ ബിഗ് ബോസിന്റെ സമയങ്ങളിലേക്കാളും ഒക്കെ എൻ്റെ ബന്ധുക്കൾ എല്ലാവരുമായിട്ടും വരലുണ്ട്. എനിക്കൊരു ചേട്ടനുണ്ട്, ചേട്ടൻ്റെ പേര് ശരത് എന്നാണ്, ചേട്ടന് വൈഫ് പ്രിയ, അവർക്ക് 2 മക്കളുണ്ട്. ഒക്കെ അവർ വരും. അമ്പാടിക്ക് ഭയങ്കര ജീവനാണ്, ഭയങ്കര ഇഷ്ടമാണ് അവരെ. അപ്പൊ അങ്ങനെ എനിക്ക് ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ പേരുണ്ട് ഇപ്പോ, സ്വന്തമായിട്ട് ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടും എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം ഒഴിച്ചാൽ അപ്പൊ അതെപ്പോഴും നമുക്കുള്ളിലൊരു വിഷമാണത്. അതൊരിക്കലും അയ്യോ ഞാൻ പരാജയപ്പെട്ടു പോയി, ഞാൻ സക്സസ്ഫുൾ ആണ്. എൻ്റെ മോനെ ഞാൻ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. എൻ്റെ മോനെ ഞാൻ നന്നായിട്ട് എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട്, അവന്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നുണ്ട്, അവൻ ഹാപ്പിയാണ്. ആ രീതിയിൽ ഞാൻ 100% സക്സസ്ഫുൾ ആണ്. ഇൻഡസ്ട്രിയിലും വലിയ കുഴപ്പമില്ല. അതിങ്ങനെ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കയറി ഇറങ്ങി അത് ഞാൻ പറഞ്ഞ ഒരു ബ്രേക്ക് ത്രൂ കിട്ടുന്നവരെ നമ്മൾ ക്ഷമിക്കുക, വെയിറ്റ് ചെയ്യാന്നേ ഉള്ളൂ. ആ വെയിറ്റ് ചെയ്യണം, ബാക്കിലോട്ട് പോവാതെ, അത്രേ ഉള്ളൂ. എനിക്ക് ശരിക്കും ചേച്ചി പറയുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചേച്ചിയുടെ അടുത്ത് ആ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ കുറെ ഇപ്പൊ സൊസൈറ്റിയിലാണെങ്കിലും കുറെ പേരുടെ വിചാരമുണ്ട് ഇപ്പൊ സെപ്പറേറ്റഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഒക്കെ എന്തൊക്കെയോ തീർന്നു പോയി, അല്ലെങ്കിൽ ലൈഫിന്റെ എന്താണ് ഫുൾ സ്റ്റോപ്പ് ആയി എന്നൊക്കെ. ബട്ട് ചേച്ചിയുടെ അടുത്ത് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ചോദിച്ചത് കേട്ടോ. അത് എനിക്ക് അങ്ങനെയൊക്കെ തോന്നിച്ചൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പക്ഷെ അതൊന്നുമല്ല. ഇപ്പൊ അമ്പാടി ഉണ്ട്, അമ്പാടിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്കിപ്പോ 34 വയസ്സ് കഴിഞ്ഞു, എനിക്ക് ഇനിയും കിടക്കുകയാണ് ഒരുപാട് വർഷങ്ങള്. നല്ല ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ, ഒത്തിരി സിനിമകൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഒത്തിരി എന്തെങ്കിലുമൊക്കെ ബിസിനസ് കാര്യങ്ങൾ ചെയ്യാൻ ഒക്കെ ഇനിയും കിടക്കുകയാണ്. നമുക്കൊന്നും ആരും എവിടെയും പരാജയപ്പെട്ടു പോകുന്നില്ല. ദൈവം അനുഗ്രഹിച്ച് നമുക്ക് വേറെ അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല. ലൈഫിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ രോഗങ്ങൾ പിടിപെടുന്നതാണ്. അതൊന്നും ഇല്ലാത്തടത്തോളം ഞാനും എൻ്റെ ഫാമിലിയും അല്ല ഞാനും ചുറ്റപ്പെടുന്ന ആൾക്കാരെല്ലാവരും ഹാപ്പിയാണ്. രോഗങ്ങൾ ആർക്കും വരാതിരിക്കട്ടെ, അതെ, ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. ആ രോഗങ്ങൾ വന്നാൽ അത് ക്യൂർ ആവട്ടെ, അല്ലാതെ വലിയ അസുഖങ്ങൾ വരാതിരിക്കട്ടെ. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റിനും ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പം ഒത്തിരി ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് ഞാനും മോനും എൻ്റെ കൂടെ ഉള്ളവരും എല്ലാവരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പരാജയം എന്നൊരു സാധനം, അങ്ങനെ ഒരു തോന്നലില്ല. ഞാൻ നല്ല ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഇപ്പൊ ഉള്ളത്. പിന്നെ സംടൈംസ് ചില ദിവസങ്ങൾ നമുക്ക് നല്ലതായിരിക്കും. എല്ലാ ദിവസവും എനിക്ക് സന്തോഷം തന്നു കഴിഞ്ഞാല് അത് ശരിയാകത്തില്ലല്ലോ. എല്ലപ്പോഴും ഒന്ന് നമുക്ക് ചില ദിവസങ്ങൾ ഭയങ്കര ഡൗൺ ആയിരിക്കും ഞാൻ. പക്ഷെ ആ ഡൗണിൽ തന്നെ നിക്കില്ല ഞാൻ. ഉറപ്പായിട്ട് വന്ന് ഒരു ഉച്ച വരെ ചിലപ്പോൾ ഭയങ്കര ഡൗൺ ആയിരിക്കും. ഉച്ച കഴിയുമ്പോൾ ഞാൻ ഓക്കെ ആവും. അത് ചിലപ്പോൾ അമ്പാടി വരുമ്പോഴായിരിക്കും ഞാൻ എപ്പോൾ വിഷമിച്ചാലും അമ്പാടി എപ്പോഴും ചോദിക്കും എന്നോട്, അറിയോ ഓക്കെ അമ്മ, ചോദിക്കാറുണ്ട് അമ്പാടി. അതിലിപ്പോ എനിക്ക് വേറെ ഒന്നുമില്ല. 7 വയസ്സായ എൻ്റെ മോൻ എന്നോട് ഇപ്പൊ ചോദിക്കുന്നെങ്കിൽ എനിക്ക് നല്ല ഉറപ്പാണ് മുന്നോട്ടുള്ള എൻ്റെ യാത്രയിൽ ഇങ്ങനെ എനിക്ക് എപ്പോഴും ഇങ്ങനെ പിടിച്ചോണ്ട് എൻ്റെ കൂടെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അവനോട് ഇപ്പോ ഈ സെക്കൻഡ് വരെ എല്ലാ കാര്യങ്ങളും അവൻ എന്നോട് വന്ന് പറയും, ഞാനും പറയും. നല്ല കുട്ടിയാണ് അമ്പാടി. അത് നോർമൽ ഒരിടത്ത് സ്കൂളിലാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ലത് മാത്രമേ മോനെ പറ്റി പറയുന്നുള്ളൂ. ഞാനിപ്പോ കുറച്ചു നേരം കണ്ടുള്ളെങ്കിലും ഭയങ്കര മെച്ചുവേർഡാണ്. അതേ ടൈം അവൻ ഭയങ്കര ഇന്നസെന്റും ആണ്, ഭയങ്കര കുറുമ്പാണ്. പക്ഷെ അതൊക്കെ രസാവണ്ടേ. ചേച്ചി ശരിക്കും ആഗ്രഹിക്കണുണ്ടോ ഇപ്പം കണ്ണേട്ടൻ തിരിച്ചു വന്നായിരുന്നെങ്കിൽ? ഈ പെങ്കൊച്ചിനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഇത് ശരിക്കും മമ്മിയും കണ്ണേട്ടനാണോ? ഞാൻ പറഞ്ഞില്ല, ചിലത് നമ്മള് വേണ്ടാന്ന് നമ്മളിപ്പോ വെച്ചിരിക്കല്ലേ, നാളെ ഇനി എന്താവുമെന്ന് എനിക്ക് അറിയില്ല, നോക്കാം. മിനി സ്ക്രീൻ ആരാധകരെ ഏറെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് നടി വീണ നായരുടെ വിവാഹമോചനം. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് വീണ നായരും ഭർത്താവ് സ്വാതി സുരേഷും, അതായത് RJ അമനും ഔദ്യോഗികമായി വിവാഹമോചിതരായത്. കുടുംബ കോടതിയിലെത്തിയാണ് വിവാഹമോചനത്തിന്റെ അവസാന നടപടികൾ ഇരുവരും പൂർത്തിയാക്കിയത്. 2014 വീണ നായരും RJ അമൻ ഭൈമി എന്ന സ്വാതി സുരേഷും വിവാഹിതരായത്. ഇരുവർക്കും ഒരു മകനുണ്ട്. 2022 ഇരുവരും പിരിയുന്നുവെന്ന തരത്തിൽ വാർത്തകൾ വന്നു തുടങ്ങിയത്. പിന്നീട് തങ്ങൾ ഒരുമിച്ചല്ല എന്ന് സ്ഥിരീകരിച്ച വീണ നായർ നിയമപരമായി ബന്ധം വേർപെടുത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. വേർപിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങി 3 വർഷത്തിന് ശേഷമാണ് നിയമപരമായി ബന്ധം വേർപെടുത്തിയത്. ജീവിതത്തിൽ താൻ സന്തോഷവതിയാണെന്നും മകൻ തങ്ങൾ രണ്ടുപേർക്കുമൊപ്പം മാറി മാറി വളരുമെന്നും മുൻപ് ഒരു അഭിമുഖത്തിൽ വീണ പറഞ്ഞിരുന്നു.
എന്റെ മകൻ സന്തോഷവാനാണ്. അവൻ ഞങ്ങളെ രണ്ടുപേരെയും മിസ് ചെയ്യുന്നില്ല. കണ്ണൻ വരുമ്പോൾ അവൻ അദ്ദേഹത്തിനൊപ്പം പുറത്തു പോകാറുണ്ട്. അവൻ അച്ഛന്റെ സ്നേഹം കിട്ടുന്നുണ്ട്. എനിക്കൊരു അമ്മയുടെ സ്നേഹം മാത്രമേ കൊടുക്കാൻ പറ്റൂ. അച്ഛന്റെ സ്നേഹം കൊടുക്കാൻ പറ്റില്ല. അത് അവൻ അദ്ദേഹത്തിലൂടെ ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാത്രമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകും. അതുപോലെ ഫുൾ സ്റ്റോപ്പ് ഇക്കാര്യത്തിലും ഉണ്ടാകും. അതങ്ങനെയാണ് എന്നുള്ളത് വൈകാതെ അറിയിക്കും. ബിഗ് ബോസ് ദാമ്പത്യത്തെ ബാധിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വീണ നിഷേധിച്ചു. ഒരു ഷോ കാരണമൊന്നും തകരുന്നതല്ല ഒരു കുടുംബം. അത് കുറേ നാളുകളായുള്ള യാത്രകൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. ബിഗ് ബോസ് കാരണം തന്റെയും മഞ്ജു പത്രോസിന്റെയും ഒക്കെ കുടുംബം തകർന്നുവെന്ന് പല കമന്റുകളും കണ്ടിരുന്നു. അതങ്ങനെയല്ല എന്നും വീണ പറയുന്നു. മിനി സ്ക്രീൻ പരമ്പരകളിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തിയതാണ് വീണ നായർ. പിന്നീട് ഒരു ഹാസ്യ നടി എന്ന രീതിയിലും ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് സിനിമകളിലും വീണ സജീവമായി. വെള്ളിമൂങ്ങയിലെ കഥാപാത്രവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു.